ഇന്ത്യൻ സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്ന സബ്ജക്റ്റിലെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ യൂണിവേഴ്സിറ്റി തന്നെ പ്രസിദ്ധീകരിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളതും അതിനനുസരിച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയും അത് സഹായിക്കും. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ കോമ്പോണൻ്റ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്? ഫിനാൻഷ്യൽ മാർക്കറ്റിലെ കോമ്പോണൻ്റ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ക്യാപിറ്റൽ മാർക്കറ്റ് ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ കോമ്പോണൻ്റാണ്. റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് അത് ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഒരു കോമ്പോണൻ്റായിട്ട് പറയാൻ വേണ്ടി സാധിക്കില്ല അല്ലേ. മണി മാർക്കറ്റ് അതെ, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റും അതെ. നമുക്ക് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റ് ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഒരു ഘടകമായിട്ട് അത് പറഞ്ഞിട്ടില്ല. ദെൻ വാട്ട് ഈസ് ദി മെയിൻ റോൾ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്? ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ മെയിൻ റോൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ മെയിൻ റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബിലൈസ് സേവിങ്സ് ആൻഡ് അലോക്കേറ്റ് റിസോഴ്സ് എന്നുള്ളതാണ് അല്ലേ. അതായത് പണം കൂടുതൽ കൈവശമുള്ള ആളുകളുടെ, ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ആ സേവിങ്സ് നമ്മൾ മൊബിലൈസ് ചെയ്ത് അത് പണം ആവശ്യമുള്ള കമ്പനികളിലേക്ക് ചാനലൈസ് തിരിച്ചു വിടുക എന്നുള്ളതാണ്, അങ്ങനെ വഴിതിരിച്ചു വിടുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട റോളെന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ആൻ എസ്ക്രോ അക്കൗണ്ട് ഇൻ എ പ്രൈമറി ഇഷ്യൂ? ഒരു പ്രൈമറി ന്യൂ ഇഷ്യൂവിൽ എസ്ക്രോ അക്കൗണ്ട്, അതായത് കമ്പനികളെ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ എസ്ക്രോ അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ എസ്ക്രോ അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെമ്പററി അക്കൗണ്ടാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. എ ടെമ്പററി അക്കൗണ്ട് ടു ഹോൾഡ് ഫണ്ട് അണ്ടിൽ കണ്ടീഷൻസ് ആർ മെറ്റ്. അതായത് നമ്മൾ ഷെയർ ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഷെയർ അലോട്ട് ചെയ്യുന്നത് വരെ ഈ ഒരു ഫണ്ട് ഹോൾഡ് ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനമാണ് എസ്ക്രോ അക്കൗണ്ട് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ എസ്ക്രോ അക്കൗണ്ട്സ് ആർ യൂസ്ഡ് ഫോർ സേഫ്ലി ഹോൾഡിംഗ് മണി ഡ്യൂറിങ് IPO അണ്ടിൽ ഷെയർസ് ആർ അലോട്ടഡ് എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അതായത് പ്രൈമറി ഇഷ്യൂവിൻ്റെ സമയത്ത് എസ്ക്രോ അക്കൗണ്ടിന് പല ഉദ്ദേശങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ മീറ്റ് ചെയ്യുന്നത് വരെ നമുക്കൊരു ഫണ്ട് ഹോൾഡ് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ്, ടെമ്പററി അക്കൗണ്ടിനെയാണ് നമ്മൾ എസ്ക്രോ അക്കൗണ്ട് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് എ ബെയർ മാർക്കറ്റ്? ഒരു ബെയർ മാർക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ബെയറിഷും ബുള്ളിഷും അല്ലേ, ബെയറും ബുള്ളും എല്ലാം മാർക്കറ്റിലെ സ്പെക്കുലേറ്റേഴ്സാണ്. അപ്പോൾ ഇവിടെ ബെയർ എന്ന് പറയുമ്പോൾ മാർക്കറ്റ് പ്രൈസ് ഡിക്ലൈൻ ചെയ്യുമ്പോൾ, സ്റ്റോക്ക് പ്രൈസ് ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ബെയർ മാർക്കറ്റ് എന്ന് പറയുന്നത് അല്ലേ. മാർക്കറ്റ് പ്രൈസ് അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്റ്റോക്ക് പ്രൈസ് ഇൻക്രീസ് ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് ഷെയർ വാങ്ങിക്കുന്ന ആളുകളാണ് കൂടുതലുള്ളതെങ്കിൽ ആ മാർക്കറ്റ് എന്താണ്, അത് ബുള്ളിഷാണ് അല്ലെങ്കിൽ ബുൾ മാർക്കറ്റ് എന്ന് അതിനെ പറയും. അപ്പോൾ ഇവിടെ ആൻസർ C ആണ്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് എ മേജർ സ്റ്റോക്ക് ഇൻഡെക്സ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്ക് ഇൻഡെക്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് ഇൻഡെക്സുകൾ സെൻസെക്സും ഒപ്പം തന്നെ നിഫ്റ്റിയുമാണ് അല്ലേ. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ BSEയുടെ അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സെൻസെക്സ് ആണ് ഇന്ത്യയിലെ ഇൻഡെക്സ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ഡൗ ജോൺസ് ആണെങ്കിലും നാസ്ഡാക്ക് ആണെങ്കിലും അതൊക്കെ എന്താണ്, അതൊക്കെ അമേരിക്കയുടെ സ്റ്റോക്ക് ഇൻഡെക്സ് ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്ന FTSE 100 എന്ന് പറയുന്നത് യുണൈറ്റഡ് കിങ്ഡം, ബ്രിട്ടൻ്റെ ഒരു ഇൻഡെക്സ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ആൻസറായിട്ട് വരുന്നത് C ആണ്, BSE സെൻസെക്സ്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം? ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലെ ഒരു റെഗുലേറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. RBI ഒരു റെഗുലേറ്ററി ബോഡിയാണ്, ബാങ്കിങ് സെക്ടറിനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന RBI ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലേ. ദെൻ സിബിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്കോറാണ് അല്ലേ. നമുക്കറിയാം ക്രെഡിറ്റ് റേറ്റിംഗ്, നമ്മുടെ ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോയാണ് സിബിൽ എന്ന് പറയുന്നത് അല്ലേ, ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ. അത് റെഗുലേറ്റർ അല്ല. ദെൻ സെബി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അല്ലേ, അത് റെഗുലേറ്ററാണ്. IRDA ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെൻറ്റ് അതോറിറ്റി അല്ലേ, ഇൻഷുറൻസ് കമ്പനികളെ റെഗുലേറ്റ് ചെയ്യുന്ന റെഗുലേറ്റിംഗ് ഏജൻസിയാണ്. ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഏതാണ്? B ആണല്ലേ ആൻസറായിട്ട് വരിക. ദെൻ വിച്ച് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് ദി ലാർജസ്റ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ലാർജസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. നമുക്കറിയാം ഏറ്റവും ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തന്നെയാണ്. പക്ഷേ എന്നാൽ പോലും ട്രേഡിംഗ് വോളിയം, ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് നടക്കുന്നത് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ലാർജസ്റ്റ് ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തന്നെയാണ് കേട്ടോ, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE ആണ്. ദെൻ 8ാമത്തെ ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദി പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് ദ പ്രൈസ് ഓഫ് ന്യൂ സെക്യൂരിറ്റി ഇഷ്യൂസ് ഇൻ ദ പ്രൈമറി മാർക്കറ്റ്? പ്രൈമറി മാർക്കറ്റിൽ ഒരു പുതിയ ഷെയറിൻ്റെ പ്രൈസ് നിശ്ചയിക്കുന്ന ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേര് പ്രൈസ് ഡിസ്കവറി എന്നാണ് പറയുന്നത്. പ്രൈസ് ഡിസ്കവറി കേട്ടോ. അതായത് പ്രൈസ് ഡിസ്കവറിയിലൂടെയാണ് IPOയിൽ ഒരു ഷെയറിൻ്റെ വിലയൊക്കെ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിലൂടെയൊക്കെ കണ്ടെത്തുക അല്ലേ. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് എത്രമാത്രം ഡിമാൻഡ് വരുന്നു, നമുക്ക് എത്ര ഷെയറുകൾ കൊടുക്കാനുണ്ട്,
അതിൻ്റെ ബേസിൽ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിലൂടെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൈസ് സെറ്റ് ചെയ്യപ്പെടും അല്ലേ. അതാണ് പറയുന്ന പേര് പ്രൈസ് ഡിസ്കവറി എന്നാണ്. വാട്ട് ഈസ് വെർച്വൽ ട്രേഡിംഗ് എന്ന് ചോദിച്ചിട്ടുണ്ട്. വെർച്വൽ ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമുലേറ്റിംഗ് ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ഇൻ റിസ്ക് ഫ്രീ എൻവയറമെൻ്റ് ആണല്ലേ. ബി ആണ് ആൻസർ വരുന്നത്. സിമുലേറ്റിംഗ് ട്രേഡിംഗ് ആക്ടിവിറ്റീസ് ഇൻ റിസ്ക് ഫ്രീ എൻവയറമെൻറ്റ്. അതായത് നമ്മുടെ സാധാരണ ട്രെയിനിങ് പർപ്പസിന് വേണ്ടിയും ഡെമോ പർപ്പസിന് വേണ്ടിയൊക്കെയാണ്. നമുക്ക് റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. നമ്മൾ ശരിക്കുള്ള ഷെയറുകൾ പഠിക്കുന്നതിന് വേണ്ടി ശരിക്കുള്ള ഷെയറുകൾ വാങ്ങി വിറ്റ് കഴിഞ്ഞാൽ ഒരു പക്ഷേ നഷ്ടം വരാം അല്ലേ. പക്ഷേ നമുക്ക് അതിനുള്ളൊരു വെർച്വൽ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ ക്യാഷ് മുടക്കാതെ നമുക്ക് ആക്ച്വലി ഷെയർ വാങ്ങാതെ ഷെയറിൻ്റെ ഒരു വെർച്വലായിട്ട് രീതിയിൽ നമുക്ക് അതിൻ്റെ ട്രേഡിംഗ് നടത്തിയിട്ട് നമുക്ക് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടാകാൻ സാധ്യത എന്നൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അതിനാണ് വെർച്വൽ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അത് സിമുലേറ്റിംഗ് ട്രേഡിംഗ് ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ ശരിക്കും ട്രേഡിംഗ് ആക്ടിവിറ്റിയെ നമ്മൾ സിമുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മോഡലായിട്ട് അനുകരിച്ചുകൊണ്ട് ചെയ്യുന്ന ആ ഒരു സംവിധാനമാണ് അല്ലേ വെർച്വൽ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ആസ്ബ സ്റ്റാൻഡ്സ് ഫോർ? ആസ്ബ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ആപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ബൈ ബ്ലോക്ക്ഡ് എമൗണ്ട് എന്നുള്ളതാണ് അല്ലേ. ആപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ബൈ ബ്ലോക്ക്ഡ് എമൗണ്ട്. അപ്പോൾ അത് നമ്മൾ IPO പുതിയ ഷെയറുകൾ വാങ്ങാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ആസ്ബ. ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഇനീഷ്യേറ്റ്സ് ദ മ്യൂച്വൽ ഫണ്ട് ഈസ്. മ്യൂച്വൽ ഫണ്ട് ഇനീഷ്യേറ്റ് ചെയ്യുന്ന, മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ആ ഒരു ഫണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് പറയുന്ന പേരെന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതിൽ സ്പോൺസറാണ് അല്ലേ. സ്പോൺസറിനെയാണ്, അതായത് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ഒരു സ്പോൺസറാണ്. അതായത് ഒരു മ്യൂച്വൽ ഫണ്ട്, അതിന് നമുക്കൊരു മ്യൂച്വൽ ഫണ്ട് ട്രസ്റ്റിനെ രൂപീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് സെബിയുടെ അനുവാദം വാങ്ങാൻ വേണ്ടി മുന്നോട്ടിറങ്ങുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്? സ്പോൺസറിങ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അല്ലെങ്കിൽ സ്പോൺസറാണ് അല്ലേ. ഇപ്പോൾ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി അല്ലെങ്കിൽ AMC എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് നിലവിൽ വന്നതിന് ശേഷം അതിൻ്റെ അസറ്റും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആ ഒരു പ്രൊഫഷണൽ എൻറ്റിറ്റിയാണ് AMC എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ട്രസ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നമുക്ക് ട്രസ്റ്റി ഉണ്ട്, കസ്റ്റോഡിയനുണ്ട് ഈ ഒരു മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട്. അത് ഓപ്ഷനിൽ പറഞ്ഞിട്ടില്ലെങ്കിലും അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. ട്രസ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്ററുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ ആക്ടിവിറ്റീസിനൊക്കെ ഒന്ന് മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള ആ ഒരു ബോഡിയാണ് ട്രസ്റ്റി എന്ന് പറയുന്നത്. ഈ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഫണ്ട് അത് ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അസറ്റ് ഹോൾഡ് ചെയ്യുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കസ്റ്റോഡിയൻ എന്ന് പറയുന്നത്. ഇവിടെ ഏതായാലും നമുക്ക് സ്പോൺസറാണ്. ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിൻ്റെ തുടക്കം കുറിക്കുന്നത് സ്പോൺസറാണ് അല്ലേ. 12ാമത്തെ ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കുക, ഓൾ മ്യൂച്വൽ ഫണ്ട്സ് ഹാവ് ലോക്ക് ഇൻ പീരീഡ്. എല്ലാ മ്യൂച്വൽ ഫണ്ടിനും ലോക്ക് ഇൻ പീരീഡ്, അതായത് ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം ലോക്ക് ഇൻ പീരീഡ് എല്ലാത്തിനും ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആ ലോക്ക് ഇൻ പീരീഡ് ഉണ്ടെങ്കിൽ അതിന് ശേഷമേ നമുക്ക് മ്യൂച്വൽ ഫണ്ട് വിൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ചില ടാക്സ് സേവിങ് മ്യൂച്വൽ ഫണ്ടുകൾക്കൊക്കെയാണ് അങ്ങനെ ലോക്ക് ഇൻ പീരീഡ് ഉള്ളത്. എല്ലാ മ്യൂച്വൽ ഫണ്ടിനും ലോക്ക് ഇൻ പീരീഡ് ഇല്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് തെറ്റാണ്. അടുത്ത ഓപ്ഷൻ നോക്കാം. ലോങ് ടേം മ്യൂച്വൽ ഫണ്ട് റിസൾട്ട് ഇൻ ലോസ്. ലോങ് ടേമിലേക്ക് മ്യൂച്വൽ ഫണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ലോസ് ഉണ്ടാക്കുമെന്ന് പറയുന്നത് അതിനൊരു ഉറപ്പില്ലാത്ത കാര്യമാണ്. നമുക്ക് സാധാരണ ലോങ് ടേമിലേക്ക് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാഭം ഉണ്ടാകാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഒരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. വെൻ റിട്ടേൺ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇൻക്രീസസ് ദ സർവീസ് ചാർജസ് വിൽ ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ റിട്ടേൺ ഓഫ് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ റിട്ടേൺ കൂടുന്നതനുസരിച്ച് അതിൻ്റെ സർവീസ് ചാർജും കൂടുമെന്നുള്ളതും തെറ്റായിട്ടുള്ള കാര്യമാണ്. മ്യൂച്വൽ ഫണ്ട് ഏജൻസികൾ ഈടാക്കുന്ന സർവീസ് ചാർജും നമുക്ക് കിട്ടുന്ന റിട്ടേണും തമ്മിൽ ബന്ധമില്ല. ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ചൂസ് ഫ്ലെക്സിബിൾ ഓപ്ഷൻസ് അക്കോർഡിംഗ് ടു ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ് നീഡ്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നീഡ് എന്താണോ അതിനനുസരിച്ച് നമുക്ക് പലതരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് അനുയോജ്യമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ D ആണ് ആൻസറായിട്ട് വരുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് എ നോട്ടിഫൈഡ് കമ്മോഡിറ്റി? ഒരു നോട്ടിഫൈഡ് കമ്മോഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമ്മോഡിറ്റി ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഏതൊക്കെ കമ്മോഡിറ്റികളാണോ ട്രേഡ് ചെയ്യാൻ പറ്റുന്നത് എന്നതിനെക്കുറിച്ച് ഫെഡറൽ ഗവൺമെൻറ് നിശ്ചയിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ അവരുടെ നോട്ടിഫിക്കേഷൻ മുഖാന്തരം ഫെഡറൽ ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന കമ്മോഡിറ്റികളെയാണ് നമ്മൾ നോട്ടിഫൈഡ് കമ്മോഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് അപ്പോൾ ഏതാണ്? ഗവൺമെൻറ് ഡിസൈഡ്, ഗവൺമെൻറ് തീരുമാനിക്കുന്ന ആ ഒരു കേസ്, സെൻട്രൽ ഗവൺമെൻറ് കേസ് അല്ലേ. അപ്പോൾ D ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. എ കമ്മോഡിറ്റി ദാറ്റ് ഈസ് നോട്ടിഫൈഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. 14ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഡെറിവേറ്റീവ് ഹെൽപ്സ് ദ പ്രാക്ടീസ് ഓഫ് ദി കോൺട്രാക്ട് ടു. ഡെറിവേറ്റീവ്സ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ലോക്ക് ദ പ്രൈസ് ഓഫ് ആൻ അണ്ടർലൈങ് അസറ്റ്. ഒരു അസറ്റിൻ്റെ വില കൂടും അല്ലെങ്കിൽ കുറയുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ മുൻകൂട്ടി ഒരു വില നിശ്ചയിച്ച് ആ വിലയിൽ നമുക്കത് പിന്നീട് വാങ്ങാനോ വിൽക്കാനോ ചെയ്യുന്നതിനെയാണ് ഡെറിവേറ്റീവ് സഹായിക്കുന്നത് അല്ലേ. അപ്പോൾ അത് ശരിയായിട്ടുള്ള കാര്യമാണ്. നമുക്ക് പ്രൈസ് ലോക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ പ്രൈസിലുണ്ടാകുന്ന ഫ്ലക്ച്വേഷൻ നമുക്ക് ബാധിക്കാത്ത രീതിയിൽ ലോക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും.
ദെൻ ടു മേക്ക് എ പ്രോഫിറ്റ് ഈവൻ ഇൻ ആൻ അഡ്വൈസ് മാർക്കറ്റ് ഇടിയുന്ന സാഹചര്യത്തിൽ നമുക്ക് പുട്ട് ഓപ്ഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഡെറിവേറ്റീവ് ഓപ്ഷൻസ് നമുക്ക് എടുത്തുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അതും ശരിയാണ്. എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട് വെൻ വിത്തൗട്ട് ദി അണ്ടർലൈങ് അസറ്റ്, നമുക്കൊരു അസറ്റ് കൈവശം വെക്കണമെന്ന് പോലുമില്ല ഇത്തരത്തിലുള്ള ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിന് വേണ്ടി, അതും ശരിയാണ്. അപ്പോൾ ഓൾ ഓഫ് ദി ഓപ്ഷൻസ് ഡി ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് അല്ലേ. ദെൻ 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദി പർപ്പസ് ഓഫ് KYC? KYC എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ യുവർ കസ്റ്റമർ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ KYC ഫോം അതിൻ്റെ ഉദ്ദേശം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് ടു പ്രൊവൈഡ് പേഴ്സണൽ ഇൻഫർമേഷൻ ആൻഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്. അതായത് ഒരു സ്ഥാപനത്തിലെ കസ്റ്റമർ അല്ലെങ്കിൽ ഒരു സർവീസ് എടുക്കുമ്പോൾ ആ സർവീസ് എടുക്കുന്ന ആളെ സംബന്ധിച്ച പേഴ്സണലായിട്ടുള്ള ഇൻഫർമേഷൻ, അദ്ദേഹത്തിൻ്റെ പേര്, അഡ്രസ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആധാർ പോലുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റുകൾ വെച്ച് തെളിയിക്കുന്ന, പ്രൂവ് ചെയ്യുന്ന ആ ഒരു സംവിധാനമാണ് നോ യുവർ കസ്റ്റമർ എന്ന് പറയുന്ന സംവിധാനം അല്ലേ. അപ്പോൾ ഇതാണ് ബി ആണ് ആൻസർ വരിക. ദെൻ 16ാമത്തെ ക്വസ്റ്റ്യൻ. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ട്രാക്സ് വിച്ച് സെക്ടർ? ഏത് സെക്ടറൽ ഇൻഡെക്സ് ആണ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ പേരിൽ തന്നെയുണ്ട് ബാങ്ക് എന്നുള്ളത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് ബാങ്കിങ് സെക്ടറിനെയാണ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് സൂചിപ്പിക്കുന്നത്. ദെൻ വാട്ട് ഈസ് ദി T+1 സെറ്റിൽമെൻറ്റ് സൈക്കിൾ? എന്താണ് T+1 സെറ്റിൽമെൻറ്റ് സൈക്കിൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. അത് റീസെൻ്റ്ലി ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ്. നേരത്തെ അത് T+2 ആയിരുന്നു. അതായത് നമുക്കൊരു സ്റ്റോക്ക്, ഒരു ഷെയർ വാങ്ങി വിൽക്കുക ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഷെയർ അല്ലെങ്കിൽ സ്റ്റോക്ക് സെറ്റിൽ ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ഇവിടെ T+1 എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ ഷെയർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞ് നാളെ നമുക്ക് ആ ഷെയർ നമ്മുടെ അക്കൗണ്ടിലെത്തുകയും നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് അയാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക്, വിറ്റയാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനമാണ് ഇവിടെ T+1 സെറ്റിൽമെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്ന നോക്കുക. ടൈം ടേക്കൺ ഫോർ സ്റ്റോക്ക് സെറ്റിൽമെൻറ്റ് ആഫ്റ്റർ എ ട്രേഡ്. എത്ര സമയത്തിനുള്ളിൽ സ്റ്റോക്ക് സെറ്റിൽ ചെയ്യാമെന്നുള്ളതാണ് T+1 സെറ്റിൽമെൻറ്റ് ഉദ്ദേശിക്കുക. ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ ഡേ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ, ട്രേഡിംഗ് ഡേ എന്ന അർത്ഥത്തിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് ദി ഫംഗ്ഷൻ ഓഫ് സ്റ്റോക്ക് ബ്രോക്കർ ഇൻ ദി ഇന്ത്യൻ സെക്കൻഡറി മാർക്കറ്റ്? ഇന്ത്യൻ സെക്കൻഡറി മാർക്കറ്റിൽ ഈ ഒരു സ്റ്റോക്ക് ബ്രോക്കറുടെ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റോക്ക് ബ്രോക്കറുടെ ഫംഗ്ഷൻ ടു ഫെസിലിറ്റേറ്റ് ട്രാൻസാക്ഷൻസ് ബിറ്റ്വീൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ഷെയറുകൾ വാങ്ങുകയും അല്ലെങ്കിൽ വാങ്ങാനുള്ള ആളുകൾ, വിൽക്കാനുള്ള ആളുകൾ, അവർ തമ്മിലുള്ള ഈ ഒരു ഇടപാടിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക, സഹായിക്കുക എന്നുള്ളതാണ്. അതിനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് സ്റ്റോക്ക് ബ്രോക്കറുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഡസ് സെബി സ്റ്റാൻഡ്സ് ഫോർ? സെബി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണല്ലേ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബ്യൂറോ ഒന്നുമല്ല, ബോർഡ് എന്നുള്ള കാര്യം തന്നെ ഓർത്തിരിക്കുക കൃത്യമായിട്ട്. ദെൻ വാട്ട് ഡസ് എ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഹെൽപ്പ് എ ട്രേഡർ ടു? സ്റ്റോപ്പ് ലോസ് ഓർഡർ ഒരു ട്രേഡറെ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്നുള്ളതാണ്. പല ടൈപ്പ് ഓർഡറുകൾ നമുക്കറിയാം. അതിൽ ഒരു ഓർഡറാണ് സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ലോസിനെ മിനിമൈസ് ചെയ്യുക, കുറയ്ക്കുക എന്നുള്ളതാണ് സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ. അതായത് അബ്നോർമാലിറ്റി നമുക്ക് ഓട്ടോമാറ്റിക്കലി സെൽ എ സ്റ്റോക്ക് വെൻ ഇറ്റ് റീച്ചസ് എ സെർട്ടൻ പ്രൈസ്. ഒരു നിശ്ചിത വിലയിൽ എത്തുമ്പോൾ സ്റ്റോക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെൽ നടക്കുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. അതായത് നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങിച്ചിരിക്കുന്ന ഒരു ഷെയർ നമുക്ക് 95 രൂപ സ്റ്റോപ്പ് ലോസ് ഇട്ട് ഓർഡർ ഇട്ട് വയ്ക്കാം. അതായത് 95 രൂപ അതിൻ്റെ വില അത്രയിലേക്ക് താഴുകയാണെങ്കിൽ 95 രൂപയ്ക്ക് അതിൻ്റെ വിൽപ്പന നടക്കും. അതായത് വീണ്ടും വില താഴ്ന്ന് 90, 85 വില താഴ്ന്നു കഴിഞ്ഞാൽ നമ്മൾ അത്രയും നഷ്ടം സഹിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ ആ നഷ്ടത്തിൻ്റെ ആ ഒരു തീവ്രത കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇടുന്നത്. then അടുത്ത നോക്കുക, വാട്ട് ഈസ് സ്പെക്കുലേഷൻ ഇൻ ഫിനാൻഷ്യൽ മാർക്കറ്റ്? ഫിനാൻഷ്യൽ മാർക്കറ്റിൽ സ്പെക്കുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. സ്പെക്കുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഷോർട്ട് ടൈമിലേക്ക് നമ്മൾ നടത്തുന്നതാണ്. ഷോർട്ട് ടൈം പ്രോഫിറ്റിന് വേണ്ടി നമ്മൾ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സ്പെക്കുലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. ഇപ്പോൾ സ്പെക്കുലേഷൻ ഷോർട്ട് ടൈം ആണ്. ഷോർട്ട് ടൈം വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ലാഭം ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് ഷെയറുകൾ വാങ്ങുക വിൽക്കുക, ഡിബഞ്ചർ വാങ്ങുക വിൽക്കുക, അതൊക്കെയാണ് സ്പെക്കുലേഷൻ അല്ലെങ്കിൽ ഊഹ കച്ചവടം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് എ ഡിപ്പോസിറ്ററി ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഡിപ്പോസിറ്ററി താഴെ പറയുന്നതിൽ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ഡിപ്പോസിറ്ററീസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. NSDL പഠിച്ചിട്ടുണ്ട് അല്ലേ, നാഷണൽ സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്ററി ലിമിറ്റഡ്. അതുകൂടാതെ നമുക്കറിയാം CDSL ഉണ്ട്, സെൻട്രൽ ഡിപ്പോസിറ്ററി സർവീസ് ഇന്ത്യ ലിമിറ്റഡ് ഉണ്ടല്ലേ. അപ്പോൾ ഇത് രണ്ടുമാണ് ഇന്ത്യയിലെ ഡിപ്പോസിറ്ററീസ്. അതിൽ ഇന്ത്യയിലെ ഡിപ്പോസിറ്ററി തന്നിരിക്കുന്ന ഏതാണ്? NSDL ആണ് അല്ലേ. ഇനി പാർട്ട് ബി ആണ്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നോക്കുക 23ാമത്തെ ക്വസ്റ്റ്യൻ. ദ പ്രൈമറി മാർക്കറ്റ് സെഗ്മെൻറ്റ് ഓഫ് എ ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് പ്രൈമർലി നോൺ ഫോർ. ക്യാപിറ്റൽ മാർക്കറ്റിലെ പ്രൈമറി മാർക്കറ്റ് എന്തിനാണ് അറിയപ്പെടുന്നത് എന്നുള്ളതാണ്. പുതിയ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്നതിനാണ് അല്ലേ. ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്നും അതിനെ പറയാറുണ്ട്. അപ്പോൾ പുതിയ ഇഷ്യൂയിങ് ന്യൂ സെക്യൂരിറ്റീസ് എന്നുള്ളതാണ് എൻ്റെ ആൻസറായിട്ട് വരിക. ദെൻ ഹൂ ക്യാൻ അപ്ലൈ ഫോർ IPO യൂസിങ് ആൻ ആസ്ബാസ് ഫെസിലിറ്റി? ആസ്ബാസ് ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആർക്കാണ് IPOയ്ക്ക് ഇനീഷ്യൽ പബ്ലിക് ഓഫർ വഴി ഷെയറിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എനി ഇൻവെസ്റ്റർ വിത്ത് എ ബാങ്ക് അക്കൗണ്ട് ഓഫറിംഗ് അല്ലേ, ആസ്ബ.
അതായത് ആസ്ബ ഫെസിലിറ്റി ഉള്ള ബാങ്ക് അക്കൗണ്ട് ഉള്ള ആർക്ക് ഏതൊരു ഇൻവെസ്റ്റർക്കും ഈ പറഞ്ഞ ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഷെയർ വാങ്ങാവുന്നതാണെന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ. 25ാമത്തെ ക്വസ്റ്റ്യൻ അസേഷൻ റീസൺ ടൈപ്പാണ്. ദ മണി മാർക്കറ്റ് പ്രൈമർലി ഡീൽസ് വിത്ത് ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ നീഡ്സ്. അപ്പോൾ നമുക്കറിയാം ഷോർട്ട് ടൈം ഫിനാൻഷ്യൽ നീഡ്സ് അത് ഡീൽ ചെയ്യുന്നത് മണി മാർക്കറ്റാണ് അല്ലേ. അത് ട്രഷറി ബിൽ ഓഫ് എക്സ്ചേഞ്ച് പോലുള്ള ഷോർട്ട് ടൈമിലേക്കുള്ള സെക്യൂരിറ്റികൾ ഡീൽ ചെയ്യപ്പെടുന്നത് മണി മാർക്കറ്റ് വഴിയാണ്. ക്യാപിറ്റൽ മാർക്കറ്റ് ലോങ് ടൈം ഫണ്ടിന് വേണ്ടിയുള്ളതാണ്. ഷെയർ ഡിബഞ്ചർ പോലുള്ള ലോങ് ടൈം ഫണ്ടിന് വേണ്ടിയുള്ളതാണ് ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലേ. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ശരിയാണ്. ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. രണ്ട് കാര്യങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അതുകൊണ്ട് ആറ് എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണെന്ന് നമുക്ക് പറയാം. മറ്റൊരു ക്വസ്റ്റ്യൻ, ദ സെക്കൻഡറി മാർക്കറ്റ് പ്രൊവൈഡ്സ് ലിക്വിഡിറ്റി ഫോർ ഇൻവെസ്റ്റേഴ്സ്. സെക്കൻഡറി മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിന് ലിക്വിഡിറ്റി നൽകുന്നുണ്ട്. ലിക്വിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഷെയറുകൾ എപ്പോൾ വേണമെങ്കിലും വാങ്ങാനും വിൽക്കാനും സാധിക്കും എന്നുള്ളതാണ് ലിക്വിഡിറ്റി എന്ന് ഉദ്ദേശിക്കുക. ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ഈസിലി ബൈ ആൻഡ് സെൽ സെക്യൂരിറ്റീസ്. അതായത് ഇൻവെസ്റ്റേഴ്സിന് സെക്യൂരിറ്റീസിൻ്റെ ബൈയിങ്ങും സെല്ലിങ്ങും വളരെ എളുപ്പത്തിൽ നടത്തുന്നതിനുള്ളൊരു മാർഗ്ഗമാണ് സെക്കൻഡറി മാർക്കറ്റ് വഴി, സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി അത് വിൽക്കുക എന്നുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ എന്നുള്ളതാണ്. ഇൻ ദി കാൽക്കുലേഷൻ ഓഫ് ദി ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെയ്റ്റഡ് ഇൻഡീസസ് വിച്ച് ഷെയർസ് ഹാവ് എ ഹയർ വെയ്റ്റ്. അപ്പോൾ നമുക്കറിയാം ഇൻഡെക്സുകൾ അല്ലെങ്കിൽ ഇൻഡീസസ് അതിൻ്റെ വാല്യുവേഷന് വേണ്ടി ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള മെത്തേഡുകളുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ ഫോളോ ചെയ്യുന്നത് ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെയ്റ്റഡ് ഇൻഡീസസ് ആണ് അല്ലേ. അപ്പോൾ ആ രീതിയിലുള്ള ഇൻഡെക്സുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് ഹയർ വെയ്റ്റ് ഏത് ടൈപ്പ് ഷെയറുകൾക്കായിരിക്കും ഉള്ളതെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ പേര് സൂചിപ്പിക്കുന്നത് തന്നെ അതിൻ്റെ ആൻസർ വരുന്നത് ഷെയർസ് വിത്ത് ഹയർ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും അതായത് ഷെയറിൻ്റെ വില, അതിൻ്റെ ഷെയറിൻ്റെ എണ്ണം, ഒപ്പം തന്നെ ഫ്രീ ഫ്ലോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക്കലി അവൈലബിൾ ആയിരിക്കുന്ന, വിൽപ്പനയ്ക്ക് റെഡി ആയിരിക്കുന്ന, അതായത് പ്രൊമോട്ടേഴ്സിൻ്റെ കൈവശമുള്ള ഷെയറുകളും മറ്റുമെല്ലാം ബാക്കി വെച്ചിട്ട് ബാക്കി പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഷെയറുകളുടെ എണ്ണമാണ്. അപ്പോൾ അതും പിന്നെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും എല്ലാവരും കണക്കിലെടുത്തുകൊണ്ടാണ് ഇവിടെ വെയിറ്റ് തീരുമാനിക്കപ്പെടുന്നത് അല്ലേ. ഫ്രം ദി ഫോളോവിങ് ഐഡൻറ്റിഫൈ ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് നോട്ട് എക്സ്പ്ലെയിൻ ദ ബെനിഫിറ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ടിൻ്റെ ബെനിഫിറ്റ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഒന്നാമത് നോക്കുക, ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ഓപ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫണ്ട് ടൈപ്സ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫണ്ടുകൾ സെലക്ട് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ആൻസറാണ്. അതായത് നമുക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു ബെനിഫിറ്റാണ്. സ്റ്റോക്ക് ബ്രോക്കേഴ്സ് മാനേജ് മ്യൂച്വൽ ഫണ്ട്. സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ആണ് മ്യൂച്വൽ ഫണ്ടിനെ മാനേജ് ചെയ്യുന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് തെറ്റായിട്ടുള്ള കാര്യമാണ് അല്ലേ. അതായത് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അല്ല മ്യൂച്വൽ ഫണ്ടിനെ മാനേജ് ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ട്സ് ആർ മാനേജ്ഡ് ബൈ പ്രൊഫഷണൽ ഫണ്ട് മാനേജേഴ്സ് അല്ലേ. അതായത് നമുക്ക് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസിൻ്റെ കീഴിലുള്ള, അതായത് AMCയുടെ കീഴിലുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ഫണ്ട് മാനേജേഴ്സാണ് മ്യൂച്വൽ ഫണ്ട് മാനേജ് ചെയ്യുന്നത്, നോട്ട് ബൈ സ്റ്റോക്ക് ബ്രോക്കേഴ്സ്. സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണുള്ളത്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമുക്ക് ഷെയറുകൾ വാങ്ങലും വിൽപ്പനയും ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ള ഇടനിലക്കാരാണ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അല്ലേ. മെമ്പറാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ മെമ്പറാണ് സ്റ്റോക്ക് ബ്രോക്കർ. അപ്പോൾ ഇതാണ് ആൻസറായിട്ട് വരുന്നത്. ബാക്കിയെല്ലാം നമുക്ക് എന്താണ് അവിടെ മ്യൂച്വൽ ഫണ്ടിൻ്റെ ബെനിഫിറ്റ് തന്നെയാണ്. ലെസ് റിസ്കി കമ്പയർഡ് ടു സ്റ്റോക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിസ്ക് കുറവാണ്. മ്യൂച്വൽ ഫണ്ട് ഗീവ് ടാക്സ് സേവിങ് ഓപ്ഷൻസ് ഉണ്ട്. കാരണം ടാക്സ് സേവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ, ആ രീതിയിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അത്തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾക്ക് ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഇവിടെ രണ്ടാമത്തെ കേസ് 2 മാത്രമാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 ഓൺലിയാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ ബെനിഫിറ്റ് അല്ലാത്തത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട്. താഴെ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഏത് ടൈപ്പാണെന്നുള്ളത് മനസ്സിലാക്കി എടുക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കുക, ബെനിഫിറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ആർ യൂട്ടിലൈസ്ഡ് ബെനിഫിറ്റ്സ് ഓഫ് അതർ മ്യൂച്വൽ ഫണ്ട് അല്ലേ. അതായത് മറ്റ് മ്യൂച്വൽ ഫണ്ടുകളുടെ ബെനിഫിറ്റ് ഈ മ്യൂച്വൽ ഫണ്ട് ഉപയോഗിക്കുന്നു. എന്ന് വെച്ചാൽ മറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ വളരുകയാണെങ്കിൽ, ഗ്രോത്താണ് കാണിക്കുന്നതെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ടും ഗ്രോ ചെയ്യും. കാരണം എന്താണ്, ആ മ്യൂച്വൽ ഫണ്ടിലാണ് ഈ പറഞ്ഞിരിക്കുന്ന മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അതായത് മറ്റൊരു കമ്പനിയുടെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മ്യൂച്വൽ ഫണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലുള്ള ഫണ്ടുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻവെസ്റ്റേഴ്സ് വിൽ ഗെറ്റ് ദ ബെനിഫിറ്റ് ഓഫ് ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് അസറ്റ്. പലതരത്തിലുള്ള അസറ്റുകളുടെ ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് അസറ്റുകളും ഇവിടെ ലഭ്യമായിരിക്കുന്നു എന്നുള്ളതും പറഞ്ഞിരിക്കുന്നു അല്ലേ. അത് പല തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകളും നമുക്ക് ലഭ്യമാണ്. പല രീതിയിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ, ഓപ്പൺ എൻഡഡ്, ക്ലോസ് എൻഡഡ്, സെക്ടറൽ മ്യൂച്വൽ ഫണ്ടുകൾ, അങ്ങനെ പലതരത്തിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ അവൈലബിൾ ആണ് അല്ലേ. ഇപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് ഏതാണ്? ഇവിടെ വരുന്നത് ഫണ്ട് ഓഫ് ഫണ്ടാണ് അല്ലേ. അതായത് ഫണ്ട് ഓഫ് ഫണ്ടിനെയാണ് നമ്മൾ ഈ പലതരത്തിലുള്ള പല മ്യൂച്വൽ ഫണ്ടുകളുടെയും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു കമ്പനിയുടെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന മ്യൂച്വൽ ഫണ്ട് എന്താണ്? ഫണ്ട് ഓഫ് ഫണ്ട് മ്യൂച്വൽ ഫണ്ടാണ്. ദെൻ ഫ്രം ദി ഫോളോവിങ് ഐഡൻറ്റിഫൈ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാർക്കറ്റ് പ്രൈസ് ഓഫ് ഡിഫറെൻറ്റ് കമ്മോഡിറ്റീസ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കമ്മോഡിറ്റി എക്സ്ചേഞ്ച് വഴി ട്രേഡ് ചെയ്യാം, ശരിയാണ്.
വെന്യൂ ഫോർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, ബയേഴ്സിനും സെല്ലേഴ്സിനും ഇവിടെ വെന്യൂ ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വാങ്ങിക്കാനുള്ളവർക്ക് വാങ്ങിക്കുകയും വിൽക്കാനുള്ളവർക്ക് വിൽക്കുകയും ചെയ്യാം. ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോസ് ഉണ്ട്, പലതരത്തിലുള്ള കമ്മോഡിറ്റികൾ ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലേ. ക്വാളിറ്റി കൺട്രോൾ ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ട്. സ്റ്റാൻഡർഡൈസ്ഡ് ആണ്, കാരണം സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ്, അപ്പോൾ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന കമ്മോഡിറ്റി എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് ശരിയാണല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് എന്താണ് ഓൾ ഓഫ് ദി ഗിവൺ ഓപ്ഷൻ എന്നുള്ളതല്ലേ, ഓൾ ഓഫ് ദി ഗിവൺ ഓപ്ഷൻസ്. ദെൻ വാട്ട് ഈസ് മാർജിൻ ട്രേഡിംഗ് ഇൻ ദി ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്? ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലെ മാർജിൻ ട്രേഡിംഗ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. മാർജിൻ ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണല്ലേ. അതായത് നമുക്ക് ബ്രോക്കേഴ്സിൽ നിന്ന് ഒരു നിശ്ചിത തുക ഇൻവെസ്റ്റേഴ്സിന് ബോറോ ചെയ്യാൻ വേണ്ടി സാധിക്കും, സ്റ്റോക്ക് വാങ്ങാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ആ ബോറോ ചെയ്ത തുക കൊണ്ട് അവർക്ക് ഷെയറുകൾ വാങ്ങാൻ വേണ്ടി സാധിക്കും, അല്ലെങ്കിൽ ഷെയറായിട്ടും ഒക്കെ അവർക്ക് ബോറോ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ബോറോഡ് ഫണ്ട് നമുക്ക് ബ്രോക്കറിൽ നിന്ന് ഉപയോഗിച്ചുകൊണ്ട് ട്രേഡിംഗ് നടത്തുന്നതിനാണ് മാർജിൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രേഡിംഗ് വിത്ത് ബോറോഡ് ഫണ്ട് ഫ്രം ബ്രോക്കർ എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണിതും. നിഫ്റ്റി 50 ഈസ് എ പ്രൈസ് വെയ്റ്റഡ് ഇൻഡെക്സ്. നിഫ്റ്റി 50 എന്ന് പറയുന്ന ഒരു പ്രൈസ് വെയ്റ്റഡ് ഇൻഡെക്സ് ആണ് എന്ന് പറയുന്നത് നമുക്കറിയാം. അത് നിഫ്റ്റി 50 എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിഫ്റ്റി എന്ന് പറയുന്നത് ഒരു പ്രൈസ് വെയ്റ്റഡ് ഇൻഡെക്സ് അല്ല അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് നിഫ്റ്റി 50 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെയ്റ്റഡ് ഇൻഡെക്സ് ആണ് അല്ലേ. ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വെയ്റ്റഡ് ഇൻഡെക്സ് ആണ്. അപ്പോൾ അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, അസേർഷനാണ്. ദ വെയ്റ്റ് ഓഫ് എ സ്റ്റോക്ക് ഇൻ നിഫ്റ്റി 50 ഈസ് ഡിറ്റർമിൻഡ് ബൈ ഇറ്റ്സ് മാർക്കറ്റ് പ്രൈസ് അലോൺ. മാർക്കറ്റ് പ്രൈസ് മാത്രം വെച്ചുകൊണ്ടാണ് നിഫ്റ്റി 50യുടെ വെയിറ്റ് തീരുമാനിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിരിക്കുന്നു. അതും ഒരു തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് അലോൺ അല്ല, അത് നമുക്കറിയാം. അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും എല്ലാം കൂട്ടിയാണ്, ഫ്രീ ഫ്ലോട്ട് എല്ലാം കൂട്ടിയാണ് അതിൻ്റെ വെയിറ്റ് നിശ്ചയിക്കുന്നത് അല്ലേ. അപ്പോൾ ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ആർ ഫാൾസ് എന്നുള്ളത് നമുക്കിവിടെ ആൻസർ എടുക്കേണ്ടി വരും അല്ലേ. ബോത്ത് എ ആൻഡ് ആർ ഫോൾസ്. ദെൻ അറേഞ്ച് ഇൻ കറക്റ്റ് ഓർഡർ ദ സ്കോർസ് റീഡ്രസൽ പ്രോസസ് ഫ്ലോ. ഇപ്പോൾ സ്കോർസ് റീഡ്രസൽ പ്രോസസ് ഫ്ലോയിൽ അതിൻ്റെ ആ ഒരു പ്രൊസീജിയർ നടക്കുന്നതിൻ്റെ കറക്റ്റ് ഓർഡർ എഴുതാൻ വേണ്ടിയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഏത് ഓർഡറിലാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ സ്കോർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം സെബി കംപ്ലയിൻസ് റീഡ്രസ് സിസ്റ്റമാണ് അല്ലേ. അതായത് ഒരു ഇൻവെസ്റ്റർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആവലാതി ഉണ്ടാവുകയാണെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള ഗ്രീവൻസ് ഉണ്ടാവുകയാണെങ്കിൽ ഒരു സെബിയെ സമീപിക്കുക അല്ലേ. സെബിക്ക് അങ്ങനെ അത് അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്കോർസ് എന്ന് പറയുന്നത്. അതായത് സെബി കംപ്ലയിൻസ് റീഡ്രസൽ സിസ്റ്റം എന്നുള്ളതാണ് അതിൻ്റെ ഫുൾ ഫോം അല്ലേ. അപ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ് സംഭവിക്കുക എന്നുള്ളതാണ്. അതായത് ഇൻവെസ്റ്റർ ആദ്യം അദ്ദേഹത്തിന് ഒരു ഗ്രീവൻസ് ഉണ്ടാകുന്നു, അദ്ദേഹം അത് ആ ഒരു പരാതി ലോഡ്ജ് ചെയ്യുന്നു, അല്ലെങ്കിൽ കംപ്ലയിൻറ്റ് നമ്മൾ കൊടുക്കുന്നു, സെബിയിൽ ഫയൽ ചെയ്യുന്നു. സെബി അത് ഒരു റിപ്പോർട്ട് ഏത് കമ്പനിക്കെതിരെയാണോ അല്ലെങ്കിൽ ഏത് സ്റ്റോക്ക് ബ്രോക്കറിനെതിരെയാണോ ഈ പരാതി വന്നിരിക്കുന്നത് അവരിൽ നിന്ന് ആ ഒരു റിപ്പോർട്ട് തേടുന്നു. അപ്പോൾ ആ ഒരു കമ്പനിയുടെ ഡെസിഗ്നേറ്റഡ് ബോഡി ഒരു ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് കൊടുക്കുന്നു. അതിനുശേഷം സെബി അതിന്മേൽ നടപടി എടുക്കുന്നു അല്ലേ. അപ്പോൾ ഇതാണ് അതിൻ്റെ കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഇൻവെസ്റ്റർ തന്നെ അത് ആദ്യം വരും അല്ലേ. ഇൻവെസ്റ്റർ വരും, അതിനുശേഷം വരുന്നത് ലോഡ്ജ് കംപ്ലയിൻറ്റ് വരും അല്ലേ. അതിനുശേഷം എൻറ്റിറ്റി റെസ്പോൺസ് ആണ് വരുന്നത് അല്ലേ. എൻറ്റിറ്റി അതിന്മേൽ റെസ്പോൺസ് എടുക്കുന്നു. എൻറ്റിറ്റി റെസ്പോൺസ് സബ്മിറ്റ് ടു ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട്, എൻറ്റിറ്റി ടു സബ്മിറ്റ് ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട്, എന്ത് ആക്ഷനാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് എടുക്കണം അല്ലേ. ഇവിടെ ആൻസറായിട്ട് വരുന്നത് നോക്കുക, ഡി. ഒന്നാമത്തെ കാര്യം 1, 2, പിന്നെ കഴിഞ്ഞാൽ അടുത്ത എന്താണ് 5 വരുന്നത് അല്ലേ. പിന്നെ മൂന്നാമത്തത് ഡെസിഗ്നേറ്റഡ് ബോഡി ടു സബ്മിറ്റ് ആക്ഷൻ ടു ടേക്കൺ റിപ്പോർട്ട്. പിന്നെ സെബി അതിന്മേൽ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നു അല്ലേ. ആ ഒരു ഇഷ്യൂ പ്രോപ്പറായിട്ട് സോൾവ് ചെയ്യാനുള്ള ഫൈനൽ ഡിസിഷൻ എടുക്കുന്നു. ആ റിപ്പോർട്ട് നോക്കിയിട്ട് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നു. അപ്പോൾ ഡി ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. ദെൻ ഫോർമൽ ഡോക്യുമെൻറ്റ്സ് ദാറ്റ് ഔട്ട്ലൈൻസ് ദ കണ്ടീഷൻസ് ഓഫ് ഡിബഞ്ചർ ആൻഡ് സ്പെസിഫൈസ് ദ റൈറ്റ് ഓഫ് ദി ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആൻഡ് ഒബ്ലിഗേഷൻസ് ഓഫ് ഇഷ്യൂയിങ് കമ്പനി. ഇപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ്സും ഒബ്ലിഗേഷൻസ് ഒക്കെ ഉള്ള ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഡിബഞ്ചർ ഡീഡാണ് അല്ലേ. ഡിബഞ്ചർ ഡീഡാണ്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, വിച്ച് ഇൻ്റർമീഡിയറി ഈസ് റെസ്പോൺസിബിൾ ഫോർ വെരിഫൈയിങ് ദ ഫിനാൻഷ്യൽ ഹെൽത്ത് ഓഫ് കമ്പനി. ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇൻ്റർമീഡിയറി ആയിട്ട് പ്രവർത്തിക്കുന്നത് ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളാണ് അല്ലേ. ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികളാണ് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ ഹെൽത്തിനെ കുറിച്ച് റിപ്പോർട്ട് നൽകുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റാറുകളും അത്തരത്തിലുള്ള റേറ്റിംഗ് മാർക്കുകളുണ്ട്. അത് വെച്ചുകൊണ്ട് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്തും റിസ്ക് പ്രൊഫൈലൊക്കെ ഈ പറഞ്ഞിരിക്കുന്ന ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ നൽകുന്നതനുസരിച്ച് നമുക്ക് തീരുമാനിക്കാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ദ ചെയർമാൻ ഓഫ് സെബിയുടെ ചെയർമാൻ നോമിനേറ്റ് ചെയ്യുന്നത്, അത് പേര് നിർദ്ദേശിക്കുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ് അല്ലേ. സെൻട്രൽ ഗവൺമെൻറ്റാണ് സെബിയുടെ ചെയർമാനെ തീരുമാനിക്കുന്നത്. വൈ മൈറ്റ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ബി ഹെസിറ്റൻറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ബുക്ക് ബിൽഡ് ഇഷ്യൂ.
ഇപ്പോൾ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിൽ ഈ ഒരു ഇൻവെസ്റ്റേഴ്സ്, ചെറുകിട ഇൻവെസ്റ്റേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ മടി കാണിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. നമുക്കറിയാം ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിൽ അതിൻ്റെ ഫൈനൽ പ്രൈസ് പിന്നീടാണ് തീരുമാനിക്കപ്പെടുകയുള്ളൂ അല്ലേ. അപ്പോൾ ഫൈനൽ പ്രൈസ് തീരുമാനിക്കുന്നതിൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്, എത്രയായിരിക്കും വില എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് അറിവുണ്ടാവില്ല. അതുകൊണ്ടാണ് സാധാരണ അവർ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിൽ പങ്കെടുക്കാൻ മടി കാണിക്കുന്നത്. അനലൈസ് ദ ബെനിഫിറ്റ് ഓഫ് OFS ഓവർ IPO ഫോർ പ്രൊമോട്ടേഴ്സ്. ഇപ്പോൾ IPO എന്ന് വെച്ചാൽ നമുക്കറിയാം ഇനീഷ്യൽ പബ്ലിക് ഓഫറാണ്, അതായത് പുതിയതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനാണ് IPO എന്ന് പറയുന്നത്. OFS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫർ ഫോർ സെയിലാണ് അല്ലേ. അതായത് പ്രൊമോട്ടേഴ്സിൻ്റെ കൈവശമുള്ള ഷെയർ അവർക്ക് ഓഫർ ഫോർ സെയിലായിട്ട് അവർക്കത് വിൽക്കാൻ വേണ്ടി സാധിക്കും അല്ലേ. ഓഫർ ഫോർ സെയിലായിട്ട് വിൽക്കുക എന്ന് പറഞ്ഞാൽ പുതിയ ഇഷ്യൂമായിട്ട് അവർക്ക് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. പ്രൊമോട്ടേഴ്സിന് അവരുടെ കൈവശമുള്ള ഷെയറുകൾ അവർക്ക് വിറ്റൊഴിഞ്ഞ് അവർക്ക് ബാധ്യത ഒഴിവാക്കാവുന്നതാണ്, അവർക്ക് മറ്റ് കമ്പനികളുടെ പ്രൊമോഷനുമായിട്ട് പോകാവുന്നതാണ് അല്ലേ. അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ആൻസറായിട്ട് വരുന്നത് അതുകൊണ്ട് OFS അലൗസ് പ്രൊമോട്ടേഴ്സ് ടു എക്സിറ്റ് വിത്തൗട്ട് ഇഷ്യൂയിങ് ന്യൂ ഷെയർസ്. പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യാതെ കയ്യിലുള്ള ഷെയറുകൾ വിറ്റ് എക്സിറ്റ് ആകുന്നതിന് വേണ്ടി OFS ഓഫർ ഫോർ സെയിൽ അത് പ്രൊമോട്ടേഴ്സിനെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, 39ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോവിങ് റിഫ്ലക്ട്സ് എ ലിമിറ്റേഷൻ ഓഫ് സെബീസ് ഗ്രീവൻസ് റീഡ്രസൽ മെക്കാനിസം. താഴെ പറയുന്നത് സെബിയുടെ ഒരു ഗ്രീവൻസ് റീഡ്രസൽ മെക്കാനിസത്തിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് നമുക്ക് എന്താണ് താഴെ പറയുന്നത് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ഓൺലി കവേഴ്സ് ലിസ്റ്റഡ് കമ്പനീസ് ആൻഡ് രജിസ്റ്റേർഡ് ഇൻ്റർമീഡിയറീസ്. അതായത് സെബിയുടെ റീഡ്രസൽ നമ്മൾ പറഞ്ഞ സ്കോർസിനെ കുറിച്ച് ആദ്യം കണ്ടു അല്ലേ. ആ ഗ്രീവൻസ് റീഡ്രസൽ മെക്കാനിസത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഈ താഴെ പറഞ്ഞിരിക്കുന്ന ലിസ്റ്റഡ് കമ്പനികളും രജിസ്റ്റേർഡ് ഇൻ്റർമീഡിയറീസും, അതായത് കമ്പനികൾ ലിസ്റ്റ് ചെയ്യപ്പെട്ട സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികളെക്കുറിച്ചും രജിസ്റ്റർ ചെയ്യപ്പെട്ട ഇൻ്റർമീഡിയറീസും സ്റ്റോക്ക് ബ്രോക്കേഴ്സിനെ കുറിച്ചൊക്കെയുള്ള പരാതികൾ മാത്രമേ ഈ ഒരു ഗ്രീവൻസ് റീഡ്രസൽ സിസ്റ്റത്തിൽ അത് പങ്കാളിയാവുന്നുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ പാർട്ടാവുന്നുള്ളൂ. അപ്പോൾ അതാണ് ഈ സെബിയുടെ ഗ്രീവൻസ് റീഡ്രസൽ മെക്കാനിസത്തിൻ്റെ ലിമിറ്റേഷനായിട്ട് പറയാൻ സാധിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതായത് 24 hours എല്ലാ കംപ്ലയിൻറ്റും റിസോൾവ് ചെയ്യപ്പെടുന്നു, അങ്ങനെയൊന്നും നിർബന്ധമില്ല. പക്ഷേ അതൊന്നും നമുക്ക് ലിമിറ്റേഷനായിട്ട് പറയാൻ പറ്റില്ല. ഇറ്റ് ഗ്യാരണ്ടീസ് റീഫണ്ട് ഫോർ ഓൾ ഇൻവെസ്റ്റേഴ്സ് ലോസസ്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച എല്ലാ ലോസും ഇത് തിരിച്ച് കിട്ടുന്നു എന്നുള്ളത് ഗ്യാരണ്ടി ഒന്നും ചെയ്യുന്നില്ല. അതൊന്നും ലിമിറ്റേഷൻ അല്ല അല്ലേ. അങ്ങനെയാണെങ്കിൽ പോലും ഇറ്റ് എലിമിനേറ്റ്സ് ദ നീഡ് ഫോർ ആർബിട്രേഷൻ എൻറ്റയർലി. ആർബിട്രേഷനുള്ള സാധ്യതകൾ, അതായത് നമുക്ക് സെബി പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് കോടതി വഴിയൊക്കെ പരിഹാരം തേടാവുന്നതാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സാധ്യത ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആദ്യത്തെ മാത്രമാണ് ശരി. ദെൻ മാച്ച് ദ ഫോളോവിങ് ഡോക്യുമെൻറ്റ്സ് കാറ്റഗറീസ് വിത്ത് ദെയർ ഡിസ്ക്രിപ്ഷൻ. ഇപ്പോൾ ഒരു മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നോക്കുക, KYC ഫോം. KYC ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ഇൻഫർമേഷൻ ആണ് അല്ലേ. പുതിയ ഇൻവെസ്റ്റേഴ്സുടെ ബേസിക് ഇൻഫർമേഷനാണ് KYC ഫോം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം. അക്കൗണ്ട് ഓപ്പണിംഗ് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസസ് അല്ലെങ്കിൽ ബേസിക് സർവീസുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഓഫ് സർവീസ് സെലക്റ്റഡ്. നമ്മൾ ഏത് സർവീസാണ് നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ അക്കൗണ്ട് ഇത് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊസീജിയറിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഡിമാറ്റ് അക്കൗണ്ട് മതിയോ അത് ട്രേഡിംഗ് അക്കൗണ്ടും വേണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഏത് സർവീസാണ് വേണ്ടത് അതിനനുസരിച്ചാണ് അത് എടുക്കേണ്ടത് അല്ലേ. മാൻഡേറ്ററി ഡോക്യുമെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ഡിസ്ക്ലോഷർ ഡോക്യുമെൻ്റ് തന്നെയാണ്. ഇത് തന്നെയാണ് യൂണിഫോം റിസ്ക് ഡിസ്ക്ലോഷർ ഡോക്യുമെൻറ്റ്. അതിലടങ്ങിയിരിക്കുന്ന റിസ്ക്കും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പിട്ട് കൊടുക്കണം അല്ലേ. അത് മാൻഡേറ്ററി ഡോക്യുമെൻ്റ് ആണ്. വോളണ്ടറി ഡോക്യുമെൻ്റ് ആണ്. പവർ ഓഫ് അറ്റോർണി പോലുള്ള കാര്യങ്ങൾ നമ്മൾ വേറെ ആരെങ്കിലും നമുക്ക് വേണ്ടി ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിക്കുന്നുണ്ടോ, പവർ ഓഫ് അറ്റോർണി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിലാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് A ആണ് ആൻസർ വരിക അല്ലേ. ദെൻ വെൻ ആൻ എക്സ്പോർട്ടർ എൻറ്റേഴ്സ് ഇൻടു എ ഫോർവേഡ് കോൺട്രാക്ട് ടു സെൽ ഫോറിൻ കറൻസി ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. നമ്മളൊരു ഫോർവേഡ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. ഫോറിൻ കറൻസി വിൽക്കാമെന്ന് പറഞ്ഞ ഒരു ഫോർവേഡ് കോൺട്രാക്റ്റാണ്. നമുക്കറിയാം ഫോർവേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഓഫ് ദി ഡെറിവേറ്റീവ് കോൺട്രാക്ട്സ് ആണ് അല്ലേ. അപ്പോൾ ഈ ഫോർവേഡ് കോൺട്രാക്റ്റ് ഫോറിൻ കറൻസി വിൽക്കാനുള്ളതാണ്. അത് എന്ന് പറഞ്ഞാൽ ഇത് എന്തിനുള്ള എക്സാമ്പിളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അത് എന്തിനുള്ള എക്സാമ്പിളാണ് ചോദിച്ചിരിക്കുക. അത് എന്താണ് നമുക്കറിയാം ഹെഡ്ജിങ് ആണ് അല്ലേ. അത് റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഹെഡ്ജിങ് ആണ്. ഹെഡ്ജിങ് അല്ലേ. ഫോർവേഡ് കോൺട്രാക്ട്സ് പ്രൊട്ടക്റ്റ് അഗൈൻസ്റ്റ് കറൻസി റിസ്ക്. കറൻസി റിസ്കിനെ ഹെഡ്ജ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഫോർവേഡ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. ദെൻ 42 വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ഫ്യൂച്ചർ കോൺട്രാക്ട്സ് ഈസ് ഇൻകറക്റ്റ്. ഫ്യൂച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഫ്യൂച്ചർ കോൺട്രാക്ട് അതായത് ഫ്യൂച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അനദർ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് ആണല്ലേ ഫ്യൂച്ചർ. ഈ ഫ്യൂച്ചറിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള താഴെ പറയുന്ന കാര്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കുക, ഫ്യൂച്ചർ കോൺട്രാക്ട്സ് ഹാവ് സ്റ്റാൻഡർഡൈസ്ഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്. ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്, ശരിയാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്, അതുകൊണ്ട് തന്നെ അത് ശരിയാണ്. ഫ്യൂച്ചർ കോൺട്രാക്ട്സ് ആർ ട്രേഡഡ് ഓൺ എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയാണ് ട്രേഡ് ചെയ്യപ്പെടുന്നത്, ശരിയാണ്. മാർജിൻ റിക്വയർമെൻറ്റ്സ് ആർ ഫിക്സഡ് ഫോർ ഓൾ കോൺട്രാക്ട്സ്. എല്ലാ കോൺട്രാക്ട്സിനും മാർജിൻ റിക്വയർമെൻറ്റ് സെയിം ആണെന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അത് നമ്മൾ ഏത് ടൈപ്പ് കമ്മോഡിറ്റിയാണ് സെലക്ട് ചെയ്യുന്നത്, അതിൻ്റെ വോളറ്റാലിറ്റി, കോൺട്രാക്ട് ടൈപ്പ്, അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാർജിൻ റിക്വയർമെൻറ്റ്സിൽ മാറ്റം വരാം അല്ലേ. അപ്പോൾ അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഫ്യൂച്ചേഴ്സ് ക്യാൻ ബി സെറ്റിൽഡ് ബൈ ഡെലിവറി ഓർ ക്യാഷ് സെറ്റിൽമെൻറ്റ്.
ഡെലിവറി ആയിട്ടോ അല്ലെങ്കിൽ ക്യാഷ് സെറ്റിൽമെൻ്റ് ആയിട്ടോ ഏത് രീതിയിലും നമുക്ക് ഫ്യൂച്ചേഴ്സ് സെറ്റിൽ ചെയ്യാം. അതും ശരിയാണല്ലേ. അപ്പോൾ ഇതിൻ്റെ തെറ്റായിട്ട് വരുന്നത് സി മാത്രമാണ്. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ദി പ്രൈമറി ഡിഫറൻസ് ബിറ്റ്വീൻ ഓപ്ഷൻസ് ആൻഡ് സ്വാപ്സ്? ഓപ്ഷൻസും സ്വാപ്സും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഓപ്ഷൻസും സ്വാപ്സും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ് ഇൻവോൾവ് റൈറ്റ്സ്. ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ആണ്, റൈറ്റ് ടു സെൽ ഓർ ബൈ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. സ്വാപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒബ്ലിഗേഷനാണ്. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് അല്ലേ. ഇതാണ് എൻ്റെ ആൻസറായിട്ട് വരിക. ദെൻ വാട്ട് ഡസ് ഡീമെറ്റീരിയലൈസേഷൻ മീൻ ഇൻ ദ കണ്ടെക്സ്റ്റ് ഓഫ് ഡിപ്പോസിറ്ററി? ഡിപ്പോസിറ്ററി കേസിലെ ഡീമെറ്റീരിയലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഫിസിക്കൽ ഫോർമാറ്റിലുള്ള അല്ലെങ്കിൽ ഫിസിക്കൽ ഷെയറിനെ നമുക്ക് എന്ത് മാറ്റാം? ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ ഡീമെറ്റീരിയലൈസേഷൻ എന്ന് പറയുന്നത് അല്ലേ. ഡീമെറ്റീരിയലൈസേഷൻ നമുക്കറിയാം. റീമെറ്റീരിയലൈസേഷൻ, അതായത് റീമെറ്റീരിയലൈസേഷൻ നമ്മൾ ഈ തരത്തിൽ ഓർത്തിരിക്കണം. ഇലക്ട്രോണിക് ഫോർമാറ്റിനെ തിരിച്ച് ഫിസിക്കൽ ഫോർമാറ്റിലേക്ക് മാറ്റുന്നതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? റീമെറ്റീരിയലൈസേഷൻ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതെന്താണ്? റീമെറ്റീരിയലൈസേഷൻ, അത് ഓർത്തിരിക്കുക. ഇനി മറ്റൊരു മാച്ച് ദ ഫോളോവിങ് ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞിരിക്കുന്നത്. റെഗുലേഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലേ. റെഗുലേഷൻ ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകൾ അത് സ്മൂത്തായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാണ് സെബി ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ റെഗുലേറ്റ് ചെയ്യുന്നത് അല്ലേ. സെബിയുടെ ഫംഗ്ഷനും അതിൻ്റെ ഡിസ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളോട് ഇത് മാച്ച് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ദെൻ പ്രൊഹിബിഷൻ ഓഫ് മാർക്കറ്റ് മാനിപ്പുലേഷൻ, മാർക്കറ്റിൽ ഏതെങ്കിലും തെറ്റായ തരത്തിലുള്ള മാനിപ്പുലേഷൻസ് തടയുക അല്ലേ. അത് അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്, തെറ്റായിട്ടുള്ള കച്ചവട രീതികൾ, അൺഫെയർ ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസുകളൊക്കെ തടയുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. ലൈക്ക് ഫ്രണ്ട് റണ്ണിങ് പിന്നെ ഇൻസൈഡർ ട്രേഡിങ്, അപ്പോൾ അത്തരത്തിലുള്ള ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് തടയുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് പ്രിവെൻസ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് നേരെ തന്നെ ഇടപെണ്ട്. ലൈക്ക് ഫ്രണ്ട് റണ്ണിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് തന്നെ ഇപ്പോൾ നമുക്കൊരു ലാർജ് സ്കെയിൽ ഇൻവെസ്റ്റർ, ഒരു വലിയ വൻകിട ഇൻവെസ്റ്റർ വന്നിട്ട് സ്റ്റോക്ക് ബ്രോക്കറെ സമീപിക്കുകയാണ്. ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ ഒരു വളരെ കൂടിയ എണ്ണം ഷെയറുകൾ അവർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെന്ന് അവരോട് പറയുകയാണ്. അപ്പോൾ സ്റ്റോക്ക് ബ്രോക്കർക്ക് മനസ്സിലായി ഇത്രയും ഷെയറുകൾ ഒരുമിച്ച് വാങ്ങുമ്പോൾ ഷെയറിൻ്റെ വില കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അയാളത് വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ ഈ സ്റ്റോക്ക് ബ്രോക്കർ നേരിട്ട് സ്വന്തമായിട്ട് കുറേ ഷെയർ വാങ്ങിച്ച് സൂക്ഷിച്ച് വയ്ക്കും. എന്നിട്ട് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നു കഴിയുമ്പോൾ ഷെയറിൻ്റെ വില മാർക്കറ്റിൽ കുതിച്ച് കയറി കഴിയുമ്പോൾ ഈ ആദ്യം വാങ്ങിച്ച് വെച്ച ഷെയർ വിറ്റ് സ്റ്റോക്ക് ബ്രോക്കർ ലാഭം ഉണ്ടാക്കും. അതാണ് ഫ്രണ്ട് റണ്ണിങ് എന്ന് പറയുന്നത്. ഫ്രണ്ട് റണ്ണിങ്, ഇൻസൈഡർ ട്രേഡിങ്, അതുപോലുള്ള അൺഫെയർ ട്രേഡ് പ്രാക്ടീസുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി സെബി നടപടി എടുക്കുന്നുണ്ട്. ദെൻ റെഗുലേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ടിൻ്റെ റെഗുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫണ്ട് മാനേജേഴ്സിനെയും സ്കീംസിനെയും ഗൈഡ് ലൈൻസ്, അത് ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ. ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷൻ മെഷേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പ്രൊട്ടക്ട് ഇൻവെസ്റ്റേഴ്സ് ഫ്രം ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് അല്ലേ. അതാണ് അത് ചേർന്ന് വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ആൻസറായിട്ട് വരുന്നത് എ ആണ്. ദ പ്രൈമറി മോട്ടിവേഷൻ ഓഫ് സ്പെക്കുലേറ്ററീസ്, ഒരു സ്പെക്കുലേറ്ററെ പ്രൈമറി മോട്ടിവേഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സ്പെക്കുലേറ്ററെ പ്രൈമറി മോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടു ജനറേറ്റ് പ്രോഫിറ്റ് ഫ്രം പ്രൈസ് ചേഞ്ചസ് ആണല്ലേ. ഷോർട്ട് ടൈമിലേക്ക് ഉണ്ടാകുന്ന പ്രൈസ് ചേഞ്ചസ് വഴി അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് സ്പെക്കുലേറ്ററുടെ ഉദ്ദേശം. ദെൻ വിച്ച് ഓഫ് ദി ഫോളോവിങ് ആർ നോട്ട് അഡ്വൈസബിൾ വൈൽ ഡൂയിങ് സ്റ്റോക്ക് ട്രേഡിങ് ചെയ്യുമ്പോൾ അഡ്വൈസബിൾ അല്ലാത്തത്, അതായത് ചെയ്യാൻ പാടില്ലാത്ത അല്ലേ, ഡൂസ് ആൻഡ് ഡോൺസ് എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതിൽ ഡോൺസിൽ പെടുന്ന ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. മേക്ക് ഇമോഷണൽ ട്രേഡിംഗ് ഡിസിഷൻ അല്ലേ. ഇമോഷണലായിട്ട് ട്രേഡിംഗ് ഡിസിഷൻ എടുക്കുക, അതൊരു ഡോൺസിൽ പെടുന്നതാണ് അല്ലേ, ചെയ്യാൻ പാടില്ലാത്ത കാര്യത്തിൽ പെടുന്നതാണ്. ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റ് ഡൈവേഴ്സിഫൈ ചെയ്യണം, ലോസ് കുറയുന്നതിന് ഭാഗമായിട്ട് ശരിയാണ്, അത് ഡൂസാണ്. ഫോളോ മാസ് ബ്ലൈൻഡ്ലി, ആളുകൾ പറയുന്നത് എന്താണോ അവരെ ബ്ലൈൻഡായിട്ട് നമ്മൾ ഫോളോ ചെയ്യുക, അതും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അല്ലേ. കണ്ടക്ട് റിസർച്ച് നടത്തണം, അത് ഡൂസിൽ പെടുന്നതാണ്. അപ്പോൾ ഡോൺസിൽ പെടുന്ന ഈ രണ്ട് കാര്യങ്ങളാണ് അല്ലേ, 1ഉം 3ഉമാണ് ഡോൺസിൽ പെടുന്നത് അല്ലേ. ഇവിടെ ആൻസർ വരുന്നത് എന്താണ്? ഡി ആണ്. ദെൻ 48ാമത്തെ ക്വസ്റ്റ്യൻ, ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഹെൽപ്പ് ഇൻ റിസ്ക് മാനേജ്മെൻറ്റിൽ ഫൈനാൻഷ്യൽ മാർക്കറ്റ് സഹായിക്കുന്നു, ശരിയാണ്. ദേ പ്രൊവൈഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ലൈക്ക് ഡെറിവേറ്റീവ്സ്, അത് റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടി ഡെറിവേറ്റീവ്സ് പോലുള്ള ഇൻസ്ട്രുമെൻറ്റുകൾ മാർക്കറ്റ് നൽകുന്നു അല്ലേ. അപ്പം ബോത്ത് ആൻഡ് ആർ ട്രൂ അല്ലേ, അതാണ് ശരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. എ ഗോൾഡ് മൈനിങ് കമ്പനി, ഗോൾഡ് റഷ് എന്ന് പറഞ്ഞ ഒരു ഗോൾഡ് മൈനിങ് കമ്പനി ആൻറ്റിസിപ്പേറ്റ്സ് പ്രൊഡ്യൂസിങ് 10,000 grams ഓഫ് ഗോൾഡ് ഇൻ 6 months. അടുത്ത 6 മാസത്തിനുള്ളിൽ 10,000 gram സ്വർണം അവർ പ്രൊഡ്യൂസ് ചെയ്യാമെന്നുള്ളത് അവർ ആലോചിക്കുന്നുണ്ട്. അവരുടെ പ്ലാൻ അതാണ്. ദ കറണ്ട് സ്പോട്ട് പ്രൈസ് ഓഫ് ഗോൾഡ് ഈസ് 8,500 പെർ ഔൺസ്. ഒരു ഔൺസ് ഗോൾഡിന് 8,500 ആണ് ഗോൾഡിൻ്റെ സ്പോട്ട് പ്രൈസ് അല്ലെങ്കിൽ കമ്മോഡിറ്റി മാർക്കറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഗോൾഡ് ക്രഷ് കമ്പനി ഫിയേഴ്സ് ദാറ്റ് ദ പ്രൈസ് ഓഫ് ദി ഗോൾഡ് മേ ഡിക്ലൈൻ ബിഫോർ ദേ ബ്രിങ് ദിയർ പ്രൊഡക്റ്റ് ടു മാർക്കറ്റ്. ഈ 6 മാസം കൊണ്ട് പ്രൊഡക്റ്റ് നിർമ്മിച്ച്, അതായത് 10,000 gram സ്വർണം നിർമ്മിച്ച് അവർ വിപണിയിലേക്ക് വരുമ്പോൾ ഈ വില കുറയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ 2,500 ഉണ്ട്, അത് കുറയും എന്നുള്ള അവർ പ്രതീക്ഷിക്കുന്നു. ദേ ഡിസൈഡ് ടു യൂസ് ഗോൾഡ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ടു ഹെഡ്ജ് ദ റിസ്ക്. അപ്പം അങ്ങനെ വില കുറയുന്നതിന് തടയാൻ വേണ്ടി അവർക്ക് ഒരു ഗോൾഡ് ഫ്യൂച്ചർ, കമ്മോഡിറ്റി ഫ്യൂച്ചർ എടുക്കാൻ വേണ്ടി അവർ
തീരുമാനിക്കുകയാണ് അല്ലേ. അങ്ങനെയാണ് ആ ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ വേണ്ടി അവർ തീരുമാനിക്കുന്നു. ഈച്ച് ഗോൾഡ് ഫ്യൂച്ചർ കോൺട്രാക്ട് റെപ്രസെൻറ്റ്സ് 100 grams ഓഫ് ഗോൾഡ്. അപ്പോൾ ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഒരു ലോട്ട് സൈസ് ഉണ്ടാവും. നമുക്ക് ഒരു എത്രയാണ് ഒരു മിനിമം ഇത്ര കമ്മോഡിറ്റി നമ്മൾ എടുത്തിരിക്കണം അല്ലേ. അപ്പോൾ ഒരു ലോട്ട് എന്ന് പറയുന്നത് 100 grams ഓഫ് ഗോൾഡാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദ കറൻറ്റ് ഫ്യൂച്ചർ പ്രൈസ് ഫോർ ഗോൾഡ് എക്സ്പയറിംഗ് ഇൻ 6 months ഈസ്, അപ്പോൾ 6 മാസം കഴിഞ്ഞപ്പോൾ 8600 അതിൻ്റെ വിലയായിട്ട് വരിക. വിച്ച് ഓഫ് ദി ഫോളോവിങ് സ്ട്രാറ്റജീസ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ഹൗ ഗോൾഡ് ക്രഷ് കമ്പനി ഷുഡ് യൂസ് ഗോൾഡ് ഫ്യൂച്ചർ കോൺട്രാക്ട് ടു ഹെഡ്ജ് ദ പ്രൈസ് റിസ്ക്. ഇപ്പോൾ ഇവിടെ പ്രൈസ് റിസ്ക് കുറയ്ക്കാൻ വേണ്ടി അവർ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അതായത് നമുക്ക് വില കുറയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഓർത്താൽ മതി, അല്പം ഡീറ്റെയിൽ ആയിട്ട് തന്നിരിക്കുന്നുള്ളൂ. വില കുറയുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. കമ്മോഡിറ്റിയുടെ വില ഡിക്ലൈൻ ആവുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അവർ ഉൽപ്പാദകരാണ്. അപ്പോൾ വില കുറയുമെന്ന് പ്രതീക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ ആ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് വിൽക്കുക എന്നുള്ളതാണ്. എന്നിട്ട് വില കുറയുമ്പോൾ നമുക്ക് തിരിച്ചു വാങ്ങിക്കുമ്പോൾ നമ്മൾ ലാഭം ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ആദ്യം നമ്മൾ വിൽക്കണം. സെൽ 100 ഗോൾഡ് ഫ്യൂച്ചേഴ്സ്. ഗോൾഡ് ഫ്യൂച്ചേഴ്സ് നമുക്ക് വിൽക്കാം അല്ലേ. നമ്മുടെ കയ്യിൽ കമ്മോഡിറ്റി ഉണ്ടാവണമെന്നില്ല. പ്രൊഡക്ഷൻ ആക്ച്വലി നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് ഓൺലൈനായിട്ട് നമുക്കത് വിൽക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അങ്ങനെ 100 ഗോൾഡ് ഫ്യൂച്ചർ നമ്മളത് വിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം. 100 ഗോൾഡ് ഫ്യൂച്ചർ എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് 10000 gram ആണല്ലേ. ഒരു ലോട്ട് സൈസ് എത്രയാണ്, 100 ആണല്ലേ. അപ്പോൾ 10000 ഡിവൈഡ് ബൈ 100 അതാണ് 100 ലോട്ടെന്ന് ഉദ്ദേശിക്കുന്നത്. സെൽ 100 ഗോൾഡ് ഫ്യൂച്ചർ കോൺട്രാക്റ്റ്. അപ്പോൾ ആൻസർ എന്തായിട്ട് വരും, ബി ആയിട്ട് വരും. 8600 പെർ ounce. ഇപ്പോഴല്ല 8600 വില വെച്ച് അതിന് വിൽക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുക. അതാണ് ഇപ്പോൾ കറക്റ്റായിട്ടുള്ള അവരുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും നമുക്ക് ഇനിയൊരു ക്ലാസ് കൂടെ നമുക്ക് ചെയ്യാനുണ്ട്, ലാസ്റ്റ് മൊഡ്യൂളിൻ്റെ ചെറിയ ചാപ്റ്ററാണ്. അപ്പോൾ അതോടെ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആയിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഒന്ന് കമൻറ്റ് ബോക്സിൽ കുറിക്കുക. വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യും, ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുകയും കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.